Hi friends, ഒരു ഡോൾ കേക്കിന്റെ ഡെക്കറേഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ഒരു ഡോൾ കേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. വളരെ ഈസിയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് കേക്കിന്റെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ഇനി ഇതിലേക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ക്രീം വേണം. ഫ്രീസറിൽ നിന്നും കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ക്രീമാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിരിക്കുന്നതാണ്. ഇത് 2 കപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു സോഫ്റ്റ് പീക്സ് ആകുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ക്രീമിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. വാനില ഫ്ലേവറിലുള്ള ക്രീമാണിത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് കോരിയിട്ട് ഈ സ്പൂണിൽ ഇങ്ങനെ വെക്കുമ്പോൾ താഴേക്ക് പോകാതിരിക്കുന്നതാണ് കറക്റ്റ് ആ ഒരിത്. ഈ വിപ്പിംഗ് ക്രീം ഞാൻ 2 കളറിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആക്കി എടുത്താൽ മതി. കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ ലെയറിലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ലെയറിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ സ്പോഞ്ച് കേക്കിൻ്റെ അളവുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ഞാൻ ഓവനില്ലാത്ത സ്പോഞ്ച് കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് കേക്ക് നല്ലതുപോലെ ഒന്ന് സ്പോഞ്ചി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ കേക്കെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രം കോട്ട് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് അല്ലാതെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ്.
ഇത് 1.5 കിലോഗ്രാം വരുന്ന ഒരു കേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീം നല്ലതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഡോളിനെ വെച്ച് കൊടുക്കാം. ഞാൻ ഓറഞ്ച് കളറും പിങ്ക് കളറുമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളർ ഒരു ഐസിങ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാറിൻ്റെ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ലീഫൊക്കെ വരയ്ക്കുന്ന ആ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ നമ്മുടെ ആ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം വരുന്ന ഇതിലേക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റാറിൻ്റെ നോസിലുകൊണ്ട് ഒരു റോസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ചെറിയ സ്റ്റാറിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത് ഉടുപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് റോസ് പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റോസ് എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാത്തത്. ഇതേപോലെ അതിൻ്റെ ചുറ്റും സ്റ്റാറിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.